ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒരു സിനിമയിലെ ഒരു ഗാനത്തെ ചുറ്റിപ്പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്താ പറയാ, ഈ രജനീകാന്തിന്റെ 1995 പൊങ്കലിൽ ഇറങ്ങിയ സിനിമയാണ് ഭാഷ. അപ്പൊ ഭാഷ ഭയങ്കര ഫേമസ് ആയിരുന്നു. രജനീകാന്തും നഗ്മയെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ആദ്യത്തെ സിനിമയാണ്. അന്ന് നഗ്മയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറച്ച് പേരെ 1995 തന്നെ. ഓക്കെ, അതായത് നഗ്മയുടെ കൂടെ ഒരാൾ അഭിനയിച്ചാലേ നടനാവുള്ളായിരുന്നു. ഷി വാസ് സച്ച് എ ഇമ്പാക്ട് ഇൻ ദോസ് ടൈംസ്. അപ്പോ അതില് ഭാഷ ഒരു അടിപൊളി എന്റർടൈനർ ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ് മൂവി ആൻഡ് ഇറ്റ് റാൻ വെൽ ഇൻ കേരള. പക്ഷെ അതിലെ ഒരു പർട്ടിക്കുലർ സോങ് ആണ് അതിന്റെ എന്താ പറയാ, അതിന്റെ ലിറിക്സ് ആണ് ശരിക്കും എന്താ പറയാ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണേണ്ടത്. അപ്പൊ അത് ആ പാട്ടിന്റെ പേര് തന്നെ അട റാ റാ രാമയ്യ എട്ടുക്കുള്ള ഉലകമിറുക്ക് രാമയ്യ എന്നാണ് ആ പാട്ടിന്റെ. എല്ലാം എട്ടിലാണെന്നാണ്. 8 കാര്യങ്ങളാണ് ലൈഫിനെ 8 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 8 0 to 8, ഈ 1 to 8 അത് നിങ്ങൾ എന്താ പറയാ മറ്റേ കൂടുതൽ ടൈമും നിങ്ങൾ കളിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. അതായത് അപ്പോൾ പക്ഷെ ലൈഫ് ഈസ് നോട്ട് അതിൽ മാത്രം ഇതില്ല. പിന്നെ അടുത്ത 8 നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നു. ഓക്കെ, അപ്പോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ സ്കൂളിൽ പോയി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്റലിജൻസ് വെക്കുന്നത്. അപ്പോ 16. പിന്നെ അടുത്ത 8 സ്റ്റേജിന്റെ ഉള്ളിൽ നിങ്ങൾ കല്യാണം കഴിക്കണം, തിരുമണം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് കളിക്കുക, പിന്നെ എന്താ പറയാ നിങ്ങൾ സ്കൂളിൽ പോവുക, ബുദ്ധി വയ്ക്കുക, പിന്നെ തിരുമണം ചെയ്യുക. ഇനിയിപ്പോ 4ാമത്തെ സ്റ്റേജ് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ഈ നിങ്ങൾ പോയി കുളന്ത പറക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് അടുത്ത 4ാമത്തത്. 5ാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ നിങ്ങൾ സമ്പത്ത് ആർജിക്കുമെന്നാണ് പറയുന്നത്. 6ാമത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്താ പറയാ ഈ ലോകം ചുറ്റും, അതായത് എന്താ പറയാ ഈ വേൾഡ് ട്രോട്ടർ അല്ലെങ്കിൽ ഗ്ലോബ് ട്രോട്ടർ ആവുക, അല്ലെങ്കിൽ ഉലകം ചുറ്റുക എന്നുള്ളതാണ് ഇത് തന്നെ. പിന്നെ 6ാമത്തത്. 7ാമത്തത് എന്താ പറയാ മറ്റേ നിങ്ങൾ ഓർക്കുന്നില്ല എങ്ങനെ എന്തായിരുന്നു 7ാമത്തത് നീ എന്താ പറയാ ഇത് വിശ്രമിക്കണം എന്നാ കണ്ടാണ് ആണെന്ന് തോന്നുന്നു. 8ാമത്തത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ 8th സ്റ്റേജിന് മുകളില്, അതായത് ജീവിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിമ്മതി, അതായത് സമാധാനം ഉണ്ടാവില്ല എന്നാണ് ആ പാട്ട് പറയുന്നത്. അപ്പൊ റാ റാ രാമയ്യ എട്ടുക്കുള്ളേ ഉലകമിറുക്ക് രാമയ്യ എന്നുള്ള പാട്ടാണ് ഇപ്പോ എന്താ പറയാ ഈ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു ഭയങ്കര ഒരു ഹൈ മോറൽസ് ഉള്ള സാധനമാണ്. അപ്പൊ അത് പിൽക്കാലത്താണ് എനിക്കത് മനസ്സിലായേ. ഈ വേദാന്ത ഗ്രന്ഥങ്ങളിലും ഹൈന്ദവ സംഹിതകളിലും ഒക്കെ ലൈഫിനെ 4 സ്റ്റേജ് ആയിട്ട് തിരിച്ചേക്കാണ്. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ അതിൽ നിന്നാണ് ഈ 4ണത്തിനെ 8ആയിട്ട് എക്സ്പാൻഡ് ചെയ്തേക്കണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വൈരമുത്തുവാണെന്നാണ് അതിന്റെ ലിറിക്സ് ചെയ്തേക്കുന്നത്. അപ്പോ ഈ പാട്ട് നിശ്ചയമായിട്ടും കേട്ടിരിക്കുക. റാ റാ രാമയ്യ എട്ടുക്കുള്ള ഉലകമിറുക്ക് രാമയ്യ. അപ്പൊ 8 സ്റ്റേജസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ വിളയാട് അല്ലെങ്കിൽ കളിക്കുന്നു. അപ്പോ പിന്നെ 2ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നു. 3ാമത്തെ സ്റ്റേജ് നിങ്ങൾ തിരുമണം അഥവാ കല്യാണം ചെയ്യുന്നു. 4ാമത്തെ സ്റ്റേജ് നിങ്ങൾക്ക് കുളന്ത ഉറക്കുന്നു. 5ാമത്തെ സ്റ്റേജ് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കുന്നു. 6ാമത്തെ സ്റ്റേജ് നിങ്ങൾ ഈ മറ്റേ ഉലകം ചുറ്റുന്നു. 7ാമത്തെ സ്റ്റേജ് നിങ്ങൾ മറ്റേ എന്താ പറയാ
വിശ്രമിക്കുന്നു. 8ാമത്തെ സ്റ്റേജ് അത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിമ്മതി ഉണ്ടാവില്ല. സ്പിരിച്വൽ ലൈഫിലോട്ടുള്ള ഒരു കോളിംഗ് ആണ് പറയുന്നത്. അപ്പൊ അതാണ് അപ്പോ ഗാർഹസ്ഥ്യം, ബ്രഹ്മചര്യം, അതായത് സെലിബേറ്റ് സ്റ്റേജ്. ആദ്യത്തെ 20 കൊല്ലം ഇല്ലെങ്കിൽ 24 കൊല്ലം നമുക്ക് വേണമെങ്കിൽ സെലിബേറ്റ് സ്റ്റേജ് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരുമണം ചെയ്യണം, കുട്ടികളുണ്ടാവണം. പിന്നെ നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കണം. പിന്നെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് സ്പിരിച്വൽ ആണ്. അപ്പോ രജനീകാന്തിന്റെ ഒരു സിനിമയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്ക സ്ഥലത്തും ഹൈ മോറൽസ് പുള്ളി സ്റ്റഫ് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ അന്ന് മലയാളത്തില് ഈ മറ്റേ തട്ടുപൊളിപ്പൻ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മൂല്യവർദ്ധിതമായിട്ടൊരു സിനിമ ആണെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ രജനീകാന്തിന്റെ സിനിമയ്ക്ക് പോകുമായിരുന്നു. അപ്പോ അതിൽ ഈ ഭാഷയിൽ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഞാൻ ഒരു തടവ സ്വന്നാൽ അത് ഒരു 100 തടവ സ്വന്തമായി. പിൽക്കാലത്ത് ഞാൻ ഒരു തടവ സ്വന്നാൽ അത് ഒരു തടവ സ്വന്തമായി എന്ന് പറഞ്ഞിട്ട് മനോരമയും കണ്ട് അതൊരു സിനിമയിൽ പറഞ്ഞു അവരെ സിനിമയിൽ നിന്ന് കുറെ മാറ്റിയിരിക്കും. പിന്നെ പുള്ളിയുടെ അതേ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ് മുത്തുവില് ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, വിച്ച് ഹാസ് ഷേപ്ഡ് മൈ തിങ്കിങ് എ ലോട്ട്. കൈ നിറയെ കാസറിന്താൽ നീതാണ് അത് കേറ്റുമാൻ, കഴുത്ത് നിറയെ കാസറിന്താൽ അത് തന്നെ എനിക്ക് വേണ്ടിമാൻ. അപ്പൊ അതൊരു വേറെ ടോപ്പിക്കാണ്. അപ്പോ ഈ സോങ് നിശ്ചയമായിട്ടും കണ്ടിരിക്കുക. അതിന്റെ എൻ്റെ ലിറിക്സ് എനിക്ക് തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇതില്ല, പക്ഷെ ഇതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊന്ന് കേട്ടിട്ട് ഇഫ് യു ഹാവ് ഗോട്ട് എനി കമന്റ്സ് ആൻഡ് വാസ് ഇറ്റ് ഇഫ് ഇറ്റ് വാസ് യൂസ്ഫുൾ, പ്ലീസ് കമന്റ് ഹിയർ. നന്ദി, നമസ്കാരം.